വന്നിട്ടുണ്ട്. പിടിച്ചിട്ടുണ്ടോ? തണുത്തൊക്കെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇതില്ല നമ്മൾ വന്നത്. നമ്മളിവിടെ റോഡിലിറങ്ങിയപ്പോൾ നമ്മളെ ഒരു കുതിരക്കാരൻ പിടിച്ചു. എല്ലാം മഞ്ഞ കേട്ടോ. എൻ്റെ മോളിലെല്ലാം മഞ്ഞ കേട്ടോ. പിന്നെ ഉരുകി വീണോണ്ടിരിക്കുന്നത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു പാറൂസ് പ്ലാനറ്റ്. നമ്മുടെ കാശ്മീർ വ്ളോഗിൻ്റെ പാർട്ട് 4 ആണിത്. ഇതിനു മുമ്പുള്ള 3 വ്ളോഗുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ശ്രീനഗറിൽ നിന്ന് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് സോനാമർഗിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സോനാമർഗിലെ മൗണ്ട് വ്യൂ എന്ന് പറയുന്ന നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തുവാണ് ഗ്യാസ് വെള്ളം വന്നിട്ടുണ്ട്. പിടിച്ചിട്ടുണ്ടോ? ഇത് കണ്ട അമ്മേ, കണ്ട ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ സോനാമർഗിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഇതാട്ടോ നമ്മുടെ സോനാമർഗ്. ഇതെല്ലാം ഓരോരോ റിസോർട്ടുകളാണ്. ഇതിലാണ് നമ്മൾ വന്നത്. ഷൂ ഇപ്പോഴേ നനച്ച് പതിക്കണ്ട. ഹാ ഇതുണ്ടോ മഞ്ഞ കുന്ന് കൂടി കിടക്കുന്നു. आज मौसम भी अच्छा है, यहाँ से आपको ग्लेशियर ले जाएगा टॉप में. शूटिंग पॉइंट है, वहाँ मूवी बना है, वो वाटरफॉल एरिया है, हजवाद ग्लेशियर है. आज तो मौसम भी अच्छा है. എടാ എൻ്റെ ഗ്ലൗസും ഇതിൻ്റെ തന്നെ. ഐസ് എടുത്ത് നോക്കട്ടെ. വന്നപ്പോൾ തന്നെ ഐസ് എടുത്തോട്ടെ. ഐസ് നല്ല പൗഡേഡ് ഐസ്. ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുന്നല്ലേ. അടിപൊളി. സൂപ്പർ. നമ്മൾ റൂമിലോട്ട് പോവാണ്. പെട്ടിയോട് വെച്ചിട്ടുണ്ട്. അവരെത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല നീറ്റ്. റൂമിൽ ചെന്നിട്ട് നമുക്ക് ഇറങ്ങാം. വേറെങ്ങും പോകേണ്ട ആക്ടിവിറ്റിക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് മഞ്ഞ് അല്ലേ. ആ ആ പോടാ. യെസ്, literally we are feeling like we are in heaven. ഒരു സ്നോമാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നമുക്ക് പോയിട്ട് ഇറങ്ങാം. റൂമിൽ ചെന്നിട്ട് അപ്പം തന്നെ നമുക്ക് ഇറങ്ങണം. അയ്യോ തണുത്തിട്ടോ ചേട്ടാ. ഇവിടെ എല്ലാം മഞ്ഞ കേട്ടോ. ഇതിൻ്റെ മുകളിലെല്ലാം മഞ്ഞ ഉണ്ടോ, ഇങ്ങനെ ഉരുകി വീണുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് നല്ല വെയിലുണ്ട്. കണ്ട സൂര്യൻ. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ടാവുമെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ. അച്ഛൻ എങ്ങോട്ടാ പോയേ? മഞ്ഞ് നോക്കി പോയാൽ മതി.
മഞ്ഞ് നോക്കി നോക്കി ഞങ്ങൾ വരുമായിരുന്നു. സുനേട്ടാ സുനേട്ടാ അയ്യോ കണ്ണ് കാണുന്നില്ല കേട്ടോ പുറത്തുനിന്ന് വന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഡോറ് ക്ലോസ് ചെയ്തേ. സുനേട്ടൻ്റെ കൈയൊക്കെ ചുമന്നിരിക്കുന്ന. വാവ് എനിക്ക് വയ്യ, എന്നാ വ്യൂവാ. എനിക്ക് ഈ സമയത്ത് വന്നോണ്ടാ. അത് കണ്ടുവോ മഞ്ഞ് വരിക വീഴും. നമ്മുടെ റൂം ഹീറ്റർ പോർട്ടബിൾ ടൈപ്പ് ഹീറ്ററാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അതുപോലെ റൂമിൽ നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹീറ്റർ ഇവിടെ ഉണ്ട്. പക്ഷേ എന്നുണ്ടെങ്കിൽ അതിന് ടൈമിംഗ് ഉണ്ട്. വൈകുന്നേരം 8 മണി എന്തോ ആകുമ്പോഴേ അത് ഓൺ ആക്കത്തുള്ളൂ. അപ്പോൾ അതുവരേക്കും നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ പോർട്ടബിൾ ടൈപ്പ് ഒരു ഹീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് കൂടാതെ ബെഡ് ഹീറ്ററും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ 2 സൈഡിലും ഇതുപോലെ ഹീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെനു കാർഡ്. പല ഐറ്റംസും ഇപ്പോൾ അവൈലബിൾ അല്ല. അതെ, സീസണൽ അനുസരിച്ച് മാത്രമാണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് കാണിച്ച്. ഒന്നുമില്ല, ബിരിയാണി ഒന്നും ഇല്ല ഇവിടെ. ആദ്യം തന്നെ തന്തൂരി റൊട്ടി, then raita, then I think it is chicken curry. ചിക്കൻ കറി. Yeah, chicken curry. Kulo kulo. Kulo kulo. Oh my god. ഓക്കെ, അപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങണം അല്ലേ. പുറത്തുണ്ടോ ഇത് നോക്കി, നല്ല നീറ്റായിട്ടുള്ള സ്നോ. അയ്യോ, ഞാൻ എൻ്റെ ഗ്ലൗസ് എടുത്തില്ല. ആ ഗ്ലൗസ് വെച്ചെടുത്ത തുണി നനഞ്ഞു. നോക്ക്, നല്ല പൊടി പൊടിയായിട്ട്. എറിയരുത്, ഇപ്പം എറിയരുത്, കുറച്ച് കഴിയട്ടെ. വേണ്ട, കുഴപ്പമില്ല. ഐസി പിടിക്കണ്ടേ? അപ്പോൾ പിന്നെ വേണ്ടല്ലോ, തണുക്കും, അത് വേറെ കാര്യം. വേണ്ട 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 വേണ്ട, ഒരു കയ്യിലിട വേണ്ടെന്ന്. തണുക്കത്തില്ലേ? എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതുണ്ടോ ഏതോ കാർഡ്ബോർഡ് ഷീറ്റിന്റെ ഒട്ട് കാർഡ്ബോർഡ് കട്ടൗട്ട് ഒക്കെ ബാഗില്. ഇതുകൊണ്ടാണ് ഒരു വാലി എന്ന് പറയുന്നത്. നമ്മൾ താമസിക്കുന്ന സ്ഥലം വേണ്ട കണ്ട. ഞാൻ പറഞ്ഞില്ല എനിക്ക് അബദ്ധം പറ്റിയതാന്ന്. ആ, ഞാൻ അവിടെ പോയി വീണതല്ലേ. യോ വയ്ക്കോ. ആ വെക്കോ. നേരെ നോക്കിയപ്പോൾ വീഴാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് മഞ്ജു.
ഇവിടെ നിന്നാണ് ഐസ്ക്രീം ഉണ്ടാകുന്നത്. ഇതാണ് ഐസ്ക്രീം ഫാക്ടറി. ഈ ഐസ്ക്രീം എടുത്തിട്ട് ഇച്ചിരി മറ്റേ എന്താ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് കഴിക്കണം. കണ്ടില്ലേ, ഇവിടുന്ന് ജസ്റ്റ് ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടെയാണ് ഈ ആക്ടിവിറ്റീസ്. ഇവിടെ സ്റ്റെപ്പുണ്ട്. ഓടാ പോ. വണ്ടിയൊക്കെ ഉണ്ടോ? ഐസിൽ മുങ്ങിയിരിക്കുന്ന വണ്ടി. അങ്ങനെ ഇപ്പോഴേ കാലിൻ്റെ അകത്ത് ഐസ് കയറ്റാതെ ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക്. കണ്ടില്ലേ, എടുത്തോ, കുറച്ച് പാക്ക് ചെയ്തോ. മറ്റേ ഇതില്ലേ ഇവിടെ ഗ്ലൂക്കോസ്. നീ ഇതെടുത്ത് പിടിച്ച് നോക്കിക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഹോട്ടലിൻ്റെ അവിടുന്ന് റോഡിലെത്തി. ഇപ്പോൾ ഇവിടുത്തെ മണ്ണിൻ്റെ കളർ ഇത് റോഡല്ലേ, വണ്ടി പോകുന്നതല്ലേ. ഇതാണ് ചോക്ലേറ്റ്. അങ്ങനെ നമ്മളിവിടെ റോഡിലിറങ്ങിയപ്പോൾ നമ്മളെ ഒരു കുതിരക്കാരൻ പിടിച്ചു. ഒരാൾക്ക് 800 രൂപ വെച്ച്. ആദ്യം പറഞ്ഞത് 2000 രൂപ എന്നൊക്കെയാണ്. പക്ഷേ നമ്മൾ ഒരുമിച്ച് സംസാരിച്ച് 800 രൂപയിലെത്തി. ഒരാൾക്ക് 800 രൂപ വെച്ച്. ഇത് ഇവിടുന്ന് മേലോട്ടുള്ള റോഡിൽ നമ്മളെ കൊണ്ടുപോകുന്ന പറഞ്ഞേക്കുന്നത്. നമ്മളങ്ങോട്ട് പോവാൻ തുടങ്ങുവാണ്. എനിക്ക് തണുത്തിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്കിനി കുതിരപ്പുറത്ത് കയറിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ സോനാമർഗിലെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ ഒരു വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വ്ലോഗിൽ സോനാമർഗിലെ മറ്റ് കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.